തൃശൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50-ലധികം കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് കുട്ടികൾക്ക് ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഭൂരിഭാഗം കുട്ടികളെ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ക്ലിനിക്കിലും ചികിത്സ നൽകി. അതേസമയം സ്കൂൾ SMC ചെയർമാൻ, വൈസ് ചെയർമാൻ, കുട്ടികളുൾപ്പെടെ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എരുമപ്പെട്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവേശന സമയത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കിണർ ശുചീകരിച്ച് വെള്ളം പരിശോധിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ വെള്ളത്തിൽ നിന്നാകാൻ സാധ്യതയില്ലെന്നും ഉച്ചഭക്ഷണത്തിൽ നിന്നോ പാലിൽ നിന്നോ ആകാം വിഷബാധ ഏറ്റതെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മുടെ ആശുപത്രിയിലും ഇവിടെയുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായിട്ട് ഏകദേശം 40-50 കുട്ടികളോളം ചികിത്സ തേടിയതായിട്ട് നമ്മൾ അറിഞ്ഞു. ആർക്കും ഒരു അപകടസ്ഥിതിയില്ല. പനി, വയറിളക്കം, ഛർദി എന്നിങ്ങനെയായിട്ടുണ്ടായത്. വാട്ടർ സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഈക്കോളെ അങ്ങനെ ബാക്ടീരിയ, അപകടകരമായ ഒരു ബാക്ടീരിയയുടെ അംശം സ്കൂളിലത്തെ കിണറ്റിലെ വെള്ളത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ ഭക്ഷണം പാകം ചെയ്ത ചേച്ചിമാരെ വിളിച്ചു വരുത്തി ചോദിച്ചു. അവർ കൃത്യമായി പാലൊക്കെ തിളപ്പിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെ എന്തെങ്കിലും പാളിച്ചകളുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി അന്വേഷിക്കാനായിട്ട് ഈ യോഗം തീരുമാനിച്ചു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും വിവരമറിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ, വാർഡ് മെമ്പർ MK ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രധാന അധ്യാപിക KA സുജിനി, PT പ്രസിഡന്റ് സുശാന്ത് എന്നിവരും സ്കൂളിലെത്തി. ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ നാളെ സ്കൂളിൽ അവധി പ്രഖ്യാപിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.